അവൾ പ്രസവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ പറയണമെന്ന്. ഈ ചോദ്യത്തിനുണ്ടൊരു വികടത്വം. ചോദ്യം എന്താ? ഈ പ്രസവിച്ച എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രസവിച്ച എന്തുണ്ടാവാൻ ഒന്നും ഉണ്ടാവാനില്ല. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് നല്ല ദേഷ്യം വന്ന ഋഷീശ്വരന്മാരെന്താ ചെയ്തെന്ന് വെച്ചാൽ ശപിച്ചു കളഞ്ഞു. അവൾ പ്രസവിക്കുന്നതായ ഉറപ്പ്. ഇനി എന്തുണ്ടാവുക പറയേണ്ടത്? മുസലം കുലനാശനം. ഒരു ഇരുമ്പൊലക്കയായിരിക്കും പ്രസവിക്കുക. ആ ഒലയ്ക്ക കാരണം നിങ്ങളുടെ വംശം മുഴുവൻ മുടിഞ്ഞു പോട്ടെ. ഒലയ്ക്കയെ പ്രസവിക്കുക അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷിമാർ പോയ തക്കം നോക്കിയിട്ട് സാധനം വിളിച്ചു, കൊടുത്തിരിക്കുന്ന ചേര പിടിച്ച് വെളിച്ചം കഴിച്ച് ഒരു ഒലയ്ക്കൂട്ടി പുറത്തേക്ക് ചാടി പുറത്ത് വീഴേണ്ട താമസം അത് നിലനിന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അച്ഛനോട് പറയണമെന്ന് ചോദിച്ചു. അച്ഛനോട് പറയേണ്ട വഴക്കുമായിട്ടുണ്ടായി. എന്നാൽ പൃഥ്വിൻ്റെ അഭിപ്രായം ഇതായിട്ട് വലിയച്ഛൻ്റെ അടുത്ത് പോയാലോ? വലിയച്ഛൻ വലുതാണ്. ഇതായിട്ട് വലിയച്ഛൻ്റെ അടുത്ത് പോയാൽ ഇതിനും വലുതൊന്നും വലിയച്ഛൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് കിട്ടും. അവിടെ വലിയച്ഛൻ്റെ അടുത്തും പോണ്ടാവും. എന്നാൽ ആരുടെ പോകാം? മുത്തശ്ശൻ്റെ അടുത്ത്, മുത്തശ്ശൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഈ ഉഗ്രസേനൻ്റെ അടുത്ത് ഈ ഒലയ്ക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ആ ഉഗ്രസേനെങ്കിലും ഒരു വാക്ക് കൃഷ്ണനോട് പറയാൻ തോന്നിയില്ല. വിപരീത ബുദ്ധി എപ്പോഴാണ്? വിനാശകാലേ. അന്ന് ഈ ഉഗ്രസേനൻ പറഞ്ഞു കൊടുത്ത യുക്തി എന്താ വെച്ചാൽ അത് രാഗി കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ രാഗി അത് കുടിക്കാൻ പറ്റാത്തൊരു ഭക്ഷണം ഇതെല്ലാം കൂടി ചേർത്ത് കടലിൽ കൊണ്ടുവന്നു. അടുത്ത തിരക്ക് നിന്നിട്ടുണ്ട്. ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു വന്നു. ഇരുമ്പ് സത്തത്തിലുള്ളതായ ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു വന്നു. ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു കഷ്ണത്തെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു വേടൻ പിടിച്ച്, ജരാന്നൊരു വേടൻ്റെ കയ്യിൽ ആ മത്സ്യം കൊടുത്തു. ആ മത്സ്യത്തെ മുറിച്ച സമയത്ത് നല്ല മൂർച്ചയുള്ള ഇരുമ്പിൻ്റെ കഷ്ണം. അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് അമ്പിൻ്റെ അറ്റത്ത് കൊടുത്തു വെച്ചു. ഇനി കാണാം, ഈ അമ്പാണ് നാളെ ശ്രീകൃഷ്ണ പാദത്തിലേക്ക് തൊടുത്ത് കൊടുക്കുക. ഇത് ഭഗവാന്റെ സങ്കല്പം മാത്രമാണ്. ഇതോടുകൂടിയിട്ട് ഈ ഒരു കഥയോട് കൂടിയിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹത്തിലെ കഥ പറയലൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഥയായിട്ട് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിർത്തുന്നത് വരെ എന്താ പോയിരുന്നോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, സാധാരണ കുട്ടികളോടൊക്കെ നേരം പോയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ല. അതേപോലെ ചോദിച്ചാൽ ആർക്കും വേണ്ടാത്ത ഒരു ദേശമുണ്ട്, ഏതാണ് ആ ദേശം? ഒരു ദേശം ആർക്കും വേണ്ടാത്തതാണ്, ആർക്കും താല്പര്യമില്ലാത്തതാണ്. ആർക്കും വേണ്ടാത്ത ഒരു ദേശമുണ്ട്, ഏതാണ് ആ ദേശം? അയ്യോ, ഉപദേശം. ദശൻ അത് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത്. ഇനി ആ ഉപദേശമാണ് ഈ സപ്താഹം കഴിയുവോളം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കേൾക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ സമയം 3 മണി. അധ്യായങ്ങൾ 2, 3, 4, 5 ഈ 4 അധ്യായങ്ങളെ ഒന്ന് നോക്കാം. ഇതിലെ മുഖ്യമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നിമി നവയോഗി സംവാദമാണ്. അപ്പോൾ ഈ 9 ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ സന്ദർഭത്തിൽ ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ശ്രദ്ധിക്കണേ, 9 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അതിനുണ്ടായ കാരണം 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഒരിക്കലും നാരദ മഹർഷി വസുദേവരുടെ അടുത്തെത്തി. ഈ വസുദേവര് നാരദരെ തൊഴുതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയെ സർവദേഹിന കൃപണാനാം യഥാ പിത്രോഹോ ഉത്തമ ശ്ലോകവർണ്ണന. അങ്ങേപ്പോലെയുള്ള മോചിപ്പിക്കാനായിട്ട് സാധിക്കുക ആ ഒന്ന് പറഞ്ഞു തരണം. അതെന്താ കേൾക്കേണ്ടത്? അത് കേൾക്കണം, ഇത് കേൾക്കണം എന്ന് പറയുന്നതിന് പകരം എന്ത് കേട്ടാലാണോ ഭയത്തിൽ നിന്ന് മോചനം കിട്ടുക ആ ഒന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തന്നാലും. ഇത് കേട്ടപ്പോൾ നാരദർക്ക് സന്തോഷമായി. നാരദർ പറഞ്ഞു, അതിപ്പോൾ എന്നോടൊന്നും ചോദിക്കണമല്ലോ. ആരാ അങ്ങയുടെ പുത്രൻ? സാക്ഷാൽ ഭഗവാനല്ലേ, അങ്ങയുടെ പുത്രനായിട്ട് വന്നിരിക്കുന്നു. എന്നാൽ ആ കൃഷ്ണനോട് ചോദിക്കാതെ എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇത് ചോദിച്ചല്ലോ. ഇത് കാരണം വെച്ചാൽ ആ കൃഷ്ണൻ പറഞ്ഞു കൊടുത്താൽ, ഭഗവാൻ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് ഏശിക്കൊള്ളണമെന്നില്ല. എന്തായാലും അത് മകനാണെന്നൊരു ഭാവം ഇടയിൽ വരും. ആ ഒരു ഭാവം വന്നാൽ മകന് അച്ഛനെ ഉപദേശിക്കാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്?
നാരദരെ സങ്കല്പിച്ച് നാരദരെ അവിടെ വരുത്തിച്ച് നാരദരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഈ ഭഗവാൻ ശങ്കരൻ. ഇവിടെ നമ്മളൊക്കെ വന്നിരിക്കുന്നത്, ഈ ഉലകത്തിൽ വന്നിരിക്കുന്നത് 3 കടങ്ങൾ എടുത്തിട്ടാണ്. എല്ലാവർക്കും കടമുണ്ട്. ഈ കടകളോടെ കൂടെ വന്നത്. അപ്പോൾ ഏതൊക്കെ 3 കടങ്ങൾ? ഒന്ന് ദേവന്മാരോടുള്ള കട, ദേവകട. അടുത്തത് ഋഷികളോട് അഥവാ ഗുരുക്കന്മാരോട് കടമുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ള കടം എന്ന് പറയുന്നത് പിതൃക്കളോട്. അപ്പോൾ ഈ 3 കടങ്ങൾ വീട്ടിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അല്ല, ഈ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ല. പക്ഷെ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ വിധി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ 3 കടങ്ങളും വീട്ടിലേക്ക് പോകാൻ പാടുള്ളതെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ 3 കടങ്ങളും വീടാൻ സാധിക്കുക? ഇപ്പോൾ ദേവന്മാരോട് നമുക്ക് കടമുണ്ട്. ദേവന്മാരോട് എങ്ങനെയാണ് നമ്മൾ കടപ്പെടുന്നത്? ഇതിനകത്തൊക്കെ ദേവന്മാരാണ്. ഇപ്പോൾ കണ്ണ് സൂര്യനുള്ളതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. കാതുകളിൽ ദിഗ്ദേവതകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ നാക്കിലാണെങ്കിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. ഈ അഗ്നിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്. ഇന്ദ്രൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ കൈ അനക്കാൻ പറ്റുന്നത്. നടക്കാൻ പറ്റുന്നത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ദേവന്മാരാണത്. അപ്പോൾ ഇവരോടൊക്കെ നമുക്കൊരു കടമുണ്ട്. അപ്പോൾ ദേവന്മാരോടുള്ള കടം വീടാനുള്ള മാർഗ്ഗമാണ് സൽക്കർമ്മങ്ങൾ കുറേ ചെയ്യുക, നാമം ജപിക്കുക, ക്ഷേത്രദർശനം നടത്തുക, തീർത്ഥാടനം നടത്തുക. ഇതൊക്കെ ഈ ദേവന്മാരോടുള്ള കടം വീടാനുള്ള മാർഗ്ഗമാണ്. ഇനി അടുത്തൊരു കടമുണ്ട്, രണ്ടാമത്തെ കട ഏതാ? ഗുരുക്കന്മാരോട്. അപ്പോൾ ഈ ഗുരുക്കന്മാരോടുള്ള കടം എങ്ങനെ വീട്ടാന്ന് വെച്ചാൽ, പഠിച്ചതായിരിക്കുന്ന വിദ്യകൾ ഈശ്വരാർപ്പണമായിട്ട് ജീവിതത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരുക്കന്മാരോടുള്ള കടം വീടുക. ഇനി മൂന്നാമതൊരു കടമുണ്ട് പിതൃക്കളോട്. വൈരാഗ്യം വന്ന ഒരാളാണെങ്കിൽ സന്യാസത്തിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഈ കടം ബാധിക്കുന്നില്ല. എന്നാൽ വൈരാഗ്യം വരാത്ത ഒരാളാണെങ്കിൽ വിവാഹം കഴിച്ച് സന്താനങ്ങളായി കഴിഞ്ഞാൽ ഈ പിതൃകടം പകുതിയോടെ കഴിഞ്ഞു. ഈ ബാക്കി പകുതിയില്ല. അപ്പോൾ ഈ ബാക്കി പകുതി എങ്ങനെ വേണം വിടാൻ? അതിനാണ് ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ശേഷക്രിയകൾ. അപ്പോൾ ഈ ശേഷക്രിയ അങ്ങനെയാണല്ലോ ഇവിടെ പറയാറ്. അപ്പോൾ ഈ ശേഷക്രിയകൾ അനുഷ്ഠിക്കുന്നത് ശ്രാദ്ധം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പണ്ടൊന്നോ മരിച്ചുപോയ പിതൃക്കളുടെ വയറ് നിറയാനാണ് എന്ന് വിചാരിച്ചാൽ കഷ്ടമാണ്. ശേഷം ഉള്ളവർ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടതായ ക്രിയാഭാഗം ആയതുകൊണ്ടാണ് അതിന് ശേഷക്രിയ എന്ന് പേര് വന്നത്. മരിച്ചുപോയതൊക്കെയല്ല, ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് അതിശ്രദ്ധ ഉണ്ടാവേണ്ടതുകൊണ്ട് അതിന് ശ്രാദ്ധം എന്ന് പറയും. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അതാണല്ലോ. ഒരു 10 ദിവസം അല്ലെങ്കിൽ 16 ദിവസം ഓരോ കുലത്തിനനുസൃതമായിട്ട്